ഇനി നമുക്ക് ടൈഗർ എന്ന് പറയുന്ന ജീവിയെ നമ്മൾ ഈ ഒരു 7 ടാക്സോണമിക് റാങ്ക്സ് കൊടുത്താൽ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ടൈഗർ കംസ് അണ്ടർ കിങ്ഡം അനിമേലിയ. നമ്മൾ പറഞ്ഞു ഓൾ ഹെറ്ററോട്രോപിക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് കംസ് അണ്ടർ അനിമേലിയ. ഓക്കെ, സോ അനിമേലിയ ആനിമൽസ്, പൊതുവായിട്ട് ആനിമൽസ് വരുന്നത് ഈ ഒരു കിങ്ഡത്തിലാണ്. മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്ടിക് ഹെറ്ററോട്രോപിക് ഓർഗാനിസംസ് ആൻഡ് ഹെറ്ററോട്രോപിക് മീൻസ് കനോട്ട് പ്രൊഡ്യൂസ് ദെയർ ഓൺ ഫുഡ് ഒബ്റ്റെയിൻഡ് ന്യൂട്രിയൻസ് ഫ്രം അതർ ഓർഗാനിസംസ്. അപ്പോൾ ഈ ഒരു അനിമേലിയയിൽ ആരൊക്കെ വരും? ടൈഗർ മാത്രമാണോ? അല്ല, ക്യാറ്റ്, എലഫൻറ്റ്, ഡോൾഫിൻ, ഹ്യൂമൻ, അങ്ങനെ ഒരുപാട് ജീവജാലങ്ങൾ വരുന്ന സംഭവമാണ് ഈ ഒരു കിങ്ഡം അനിമേലിയ. അതൊരു കൊടക്കീഴിൽ നമുക്ക് ഒരുപാട് ആനിമൽസിനെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. ദെൻ സെക്കൻഡ് റാങ്കിൽ വരുന്ന ആരാണ്? ഫൈലം. ഓക്കെ, ഫൈലം കോർഡേറ്റയാണ്. കാരണം എന്താണ്? ടൈഗറിന് നട്ടല്ലില്ലേ, വെർട്ടിബ്രൽ കോൾ ഉണ്ടല്ലോ. സോ വെർട്ടിബ്രേറ്റ് ഉള്ളതുകൊണ്ട് ഇറ്റ്സ് കോർഡേറ്റ. പ്രസൻസ് ഓഫ് വെർട്ടിബ്രൽ ആൻഡ് വെർട്ടിബ്രൽ കോളം, വെർട്ടിബ്രേ ആൻഡ് വെർട്ടിബ്രൽ കോളം. ഓക്കെ, അപ്പോൾ അവിടെ ആരൊക്കെ വരും? ടൈഗർ, എലഫൻറ്റ്, ക്യാറ്റ്, അങ്ങനെയുള്ളവർ വരും. അനിമൽ കിങ്ഡത്തിലുള്ള കുറച്ച് പേരൊക്കെ അതിൽ പോയി, കാരണം നട്ടലില്ലാത്ത ജീവികൾ ഈ കോർഡേറ്റയിൽ വരില്ല. ദെൻ ക്ലാസ്, കിങ്ഡം, ഫൈലം, ക്ലാസ്. ക്ലാസ് മമേലിയ, മാമൽസ് എന്ന് നമ്മൾ പറയും. വാം ബ്ലഡഡ് ആണ്, ബോഡി കവേർഡ് വിത്ത് ഹെയർ ആണ്, നറിഷിങ് യങ് വൺ വിത്ത് മിൽക്ക്. പാലൂട്ടുന്ന കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നവരാണ് മാമൽസ്. ആൻഡ് ദേ ഹാവ് വാം ബ്ലഡ് ബോഡി കവേർഡ് വിത്ത് ഹെയർ, രോമങ്ങൾ ഉണ്ടായിരിക്കും. സോ അവിടെയും ടൈഗർ, ക്യാറ്റ്, എലഫൻറ്റ്, ഡോഗ് ഇവരൊക്കെ അവിടെയും ഓക്കെയാണ്. ദെൻ ഓർഡർ, കാർണിവോറ. ടൈഗർ കാർണിവോറസ് ആണ്. ടൈഗറിന് എന്തുണ്ട്? കൂർത്ത പല്ലുകളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഷാർപ്പ് ടീത്ത് ആൻഡ് ക്ലോസ് അഡാപ്റ്റഡ് ഫോർ ഹണ്ടിങ് ആൻഡ് ഈറ്റിംഗ് മീറ്റ്. അവർ ഈറ്റ് ചെയ്യുന്നത് മീറ്റാണ്. ഓക്കെ, മാംസം കടിച്ച് വലിക്കാൻ ടൈപ്പ് ഷാർപ്പ് ടീത്തുകളുള്ള ആൾക്കാരാണ് കാർണിവോറസ്. ഓക്കെ, അപ്പോൾ അവിടെ എലഫൻറ്റ് കാർണിവോറസ് ആവുമോ? ഇല്ല. അപ്പോൾ ഓർഡറിലെത്തിയപ്പോൾ എലഫൻ്റൊക്കെ അവിടെ നിന്ന് പോയി. ടൈഗർ, കാറ്റ്, ഡോഗ് ഇവരൊക്കെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഓക്കെ, മനുഷ്യൻ എന്താ മക്കളെ? മനുഷ്യൻ കാർണിവോറസ് ആണോ? മനുഷ്യൻ സസ്യങ്ങളെയും കഴിക്കും, ജന്തുക്കളെയും കഴിക്കും. സോ മനുഷ്യൻ ഒംനിവോഴ്സ് ആണ് കേട്ടോ, ഒംനിവോഴ്സ്. കാർണിവോഴ്സും ഹെർബിവോഴ്സും കൂടുമ്പോൾ ഒംനിവോഴ്സ്. ഓക്കെ, നമ്മൾ എല്ലാം കഴിക്കും. ദെൻ ഫാമിലി ഫെലിഡേ. ഓക്കെ, ഫെലിഡേ ഫാമിലിക്കാരുടെ പ്രത്യേകത എന്താണ്? ദേ ഹാവ് റിട്രാക്റ്റബിൾ ക്ലോസ് ആൻഡ് എക്സലൻറ്റ് നൈറ്റ് വിഷൻ. റിട്രാക്റ്റബിൾ ക്ലോസ് എന്ന് പറഞ്ഞാൽ അവരുടെ നഖങ്ങളില്ലേ, അതിങ്ങനെ ഉൾവലിക്കാൻ പറ്റും അവർക്ക്. ഓക്കെ, ദെൻ എക്സലൻറ്റ് നൈറ്റ് വിഷൻ, രാത്രി നന്നായിട്ട് കണ്ണ് കാണാൻ പറ്റും. നമ്മൾ ടൈഗറിൻ്റെ ഒക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാം, രാത്രി എടുക്കുന്ന വീഡിയോ അതിൻ്റെ കണ്ണിങ്ങനെ തിളങ്ങുന്നുണ്ടാകും. അപ്പോൾ അവർക്ക് നൈറ്റിൽ നല്ല വിഷൻ ഉണ്ടാകും. സോ അവരാണ് ഫെലിഡേ ഫാമിലിയിൽ വരുന്നത്. ജീനസ് പാന്തേറ, ബിഗ് ക്യാറ്റ്സിൽ വരും. ഓക്കെ, എബിലിറ്റി ടു റോർ, ലാർജ് ആൻഡ് പവർഫുൾ ബോഡി സ്ട്രക്ചർ. അപ്പോൾ ക്യാറ്റൊക്കെ അവിടെ നിന്ന് പോയി, ജീനസും ഒക്കെ എത്തിയപ്പോൾ പാന്തേറയിൽ ക്യാറ്റ് ഒന്നുമില്ല. കാരണം ലാർജ് ബോഡി ആവണം, റോർ ചെയ്യാൻ പറ്റണം, ഗർജിക്കാൻ കപ്പാസിറ്റി ഉള്ളവരായിരിക്കണം. അപ്പോൾ ആരൊക്കെ വരും? ലയണും ടൈഗറൊക്കെ ഇപ്പോഴും ഒരേ ജീനസിൽ വരുന്ന ആൾക്കാരാണ്. ലാർജ് ആൻഡ് പവർഫുൾ ബോഡി സ്ട്രക്ചർ. ഓക്കെ, അവർക്ക് നല്ല ബോഡി സ്ട്രക്ചറൊക്കെ നല്ല പവർഫുള്ളാവും. കാട്ടിലെ രാജാവല്ലേ ലയൺ, അവരൊക്കെ വരുന്നത് ഈ ഒരു ജീനസ് പാന്തേറയിലാണ് കേട്ടോ. ദെൻ സ്പീഷീസ്. അപ്പോൾ ടൈഗറിൻ്റെ ശാസ്ത്രീയ നാമം, സയൻറ്റിഫിക് നെയിം എന്താണ്? പാന്തേറ ടൈഗ്രിസ്. ഓക്കെ, പാന്തേറ അതിൻ്റെ ജീനസ് നെയിം ആൻഡ് സ്പീഷീസ് നെയിം ടൈഗ്രസ്. അത് ഒരുമിച്ചിട്ടാണ് നമ്മൾ പറയുക. പാന്തേറ ടൈഗ്രിസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ആളെ ഉണ്ടാവുള്ളൂ, ഒരേ ടൈപ്പ് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഓറഞ്ച് ഫർ വിത്ത് ബ്ലാക്ക് സ്ട്രിപ്സ് ആൻഡ് സ്ട്രോങ് ലാർജ് ബോഡി. ഓറഞ്ച് ആയിട്ടുള്ള രോമങ്ങളുള്ള ബ്ലാക്ക് സ്ട്രിപ്സ്, അതിൽ ബ്ലാക്ക് വരെയുള്ള സ്ട്രോങ് ലാർജ് ബോഡീഡായിട്ടുള്ള ആനിമൽ ഇസ് പാന്തേറ ടൈഗ്രസ് ആൻഡ് വി നോ ദാറ്റ് ഇസ് കടുവ ടൈഗർ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പറയുക. അപ്പോൾ ഇനി ക്യാറ്റിൻ്റെ പേരെന്താ? ക്യാറ്റ് ഇസ് ഫെലിസ് ഡൊമസ്റ്റിക്കസ്. ഓക്കെ, ദെൻ ക്യാനസ് ഫെമിലിയാരിസ്, അതാണ് ഡോഗ്. നമ്മൾ മനുഷ്യന്മാരെന്താ? അത് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ടെക്സ്റ്റിൽ നമുക്ക് ഇവരുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും ബീയിങ് എ ഹ്യൂമൻ, നമ്മളുടെ സയൻറ്റിഫിക് നെയിം എന്താണ്? ഹോമോ സാപ്പിയൻസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പോൾ കടുവൻ്റെത് പഠിച്ചിട്ട്
പഠിച്ച പോലെ തന്നെ നമുക്ക് ഇനിയും നോക്കാനുള്ളത് കോക്കനട്ട് ട്രീ ആണ്, നമ്മളുടെ കൽപ്പവൃക്ഷം. ഓക്കെ, നമ്മുടെ തെങ്ങിനെ പറ്റി നമുക്ക് പഠിക്കാം. അപ്പോൾ തെങ്ങ് എവിടെ വരും? കിങ്ഡം പ്ലാന്റയിലാണ് വരിക. പ്ലാന്റ്സ് എല്ലാവരും കംസ് അണ്ടർ കിങ്ഡം പ്ലാന്റേ. ഓക്കെ, മൾട്ടി സെല്ലുലാർ, യൂക്കാരിയോട്ടിക്, ഓട്ടോട്രോപ്പിക് ഓർഗാനിസംസ്. ഓക്കെ, ദെൻ കോക്കനട്ട് ട്രീയിൽ ഫൈലം, കിങ്ഡം കഴിഞ്ഞിട്ട് നമ്മൾ ഫൈലാണ് പറഞ്ഞത്, അത് പ്ലാന്റ്സിൻ്റെ കേസിൽ ഡിവിഷനാണ്. നമ്മൾ സുവോളജിയിൽ നമ്മൾ എന്താ പറയുക, ജന്തുശാസ്ത്രത്തിൽ കിങ്ഡം കഴിഞ്ഞ് ഫൈലുമാണ്. ഇവിടെ ബോട്ടണിയിൽ പ്ലാന്റ്സിൻ്റെ കേസിൽ നോക്കുമ്പോൾ കിങ്ഡം കഴിഞ്ഞ ഡിവിഷനാണ്. രണ്ടിൻ്റെയും ടാക്സോണമിക് റാങ്ക് സെയിം ആണ്, ബട്ട് നമ്മൾ 2 ടേമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പ്ലാന്റ്സിന് ഡിവിഷനും ആനിമൽസിന് ഫൈലും. സോ മാഗ്നോലിയോഫൈറ്റ ആണ് കോക്കനട്ട് ട്രീയുടെ ഡിവിഷൻ വരുന്നത്. പ്ലാന്റ് വിത്ത് സീഡ്സ് എൻക്ലോസ്ഡ് ഇൻസൈഡ് ദ ഫ്രൂട്ട്. ഓക്കെ, അപ്പോൾ സീഡ്, അതിൻ്റെ വിത്ത് എവിടെയാണ്? ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ, ഫലത്തിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്ത രീതിയിലാണ്. ഇപ്പോൾ തേങ്ങ ആണല്ലോ വിത്ത്, അത് നമ്മുടെ ചകിരിയൊക്കെ എൻ്റെ ഉള്ളിലിങ്ങനെ ക്ലോസ്ഡ് ആയിട്ടല്ലേ. അപ്പോൾ നമ്മുടെ എല്ലാം മാംഗോ ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഒരേ ഡിവിഷനിൽ വരുന്നവരാണ്. ദെൻ ക്ലാസ് ലിലിയോപ്സിഡ, മോണോകോട്ട്ലിഡൻസ്. ഓക്കെ, പ്ലാന്റ്സ് വിത്ത് പാരലൽ ലീഫ് വീനേഷൻ ആൻഡ് ഫൈബ്രസ് റൂട്ട്. തെങ്ങിൻ്റെ വേരുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇങ്ങനെ പരന്ന് കിടക്കുന്ന വേരാണ്. ഇപ്പോൾ മാംഗോ ട്രീ ആണെങ്കിലും ജാക്ക് ഫ്രൂട്ട് ട്രീ, പ്ലാവ്, ഇവരുടെയൊക്കെ വേരുകൾ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി ചെല്ലുന്ന രീതിയിലാണ്. നമ്മൾ കുറേ ദൂരം കഴിഞ്ഞ് കുഴിച്ചാലും ഇതിൻ്റെയൊക്കെ വേര് നമുക്ക് ഒരുപാട് പ്രായം ചെന്ന ചെടികളല്ല, മരങ്ങളാണെങ്കിൽ കേട്ടോ, നമുക്കത് കാണാൻ പറ്റും. ബിക്കോസ് ദേ ഹാവ് ടാപ്പ് റൂട്ട് സിസ്റ്റം, താഴ്വേരുകളാണ്. എന്നാൽ മോണോകോട്ട്ലിഡൻസ് ആണെങ്കിൽ അവർക്ക് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. ഓക്കെ, അപ്പോൾ തെങ്ങിൻ്റെ വേരൊക്കെ നമ്മളിങ്ങനെ പരന്ന് കാണാറില്ലേ, ദാറ്റ് ഇസ് കോൾഡ് ഫൈബ്രസ് റൂട്ട്. ആൻഡ് പ്ലാന്റ് വിത്ത് പാരലൽ ലീഫ് വീനേഷൻ, ലീഫിൽ പാരലൽ വീനേഷൻ ആയിരിക്കും. ഓക്കെ, മോണോകോട്ട്ലിഡൻസ് ആണ് കോക്കനട്ട് ട്രീ. ഡൈക്കോട്ട് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ടാപ്പ് ഫ്രൂട്ട് സിസ്റ്റം ഒക്കെ ഉള്ളവർ. ദെൻ ഓർഡർ അരക്കേൽസ്, പ്ലാന്റ്സ് വിത്ത് ലോങ് ആൻഡ് ഹാർഡ് സ്റ്റെംസ്. ഓക്കെ, അപ്പം നല്ല നീണ്ട ഹാർഡായിട്ടുള്ള തടിയുള്ളവരാണ് അരക്കേൽസ്. ദെൻ ഫാമിലി അരിക്കേസിയെ, ലാർജ് കോമ്പൗണ്ട് ലീവ്സ്, അൺബ്രാഞ്ചഡ് സ്റ്റെമ്മിന് ബ്രാഞ്ച് ഒന്നുമില്ല. തെങ്ങ്, കവുങ്ങ് ഇവരൊക്കെ എങ്ങനെയാണ്? നീണ്ട ഒറ്റ തടിയാണ്, അവർക്ക് ബ്രാഞ്ചും കാര്യങ്ങളൊന്നുമില്ല. ആ അറ്റത്ത് എത്തിയിട്ട് പിന്നെ ഓല, ലീഫും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ദെൻ ജീനസ് കൊക്കോസ് പ്രൊഡ്യൂസസ് ലാർജ് സിംഗിൾ സീഡഡ് ഫ്രൂട്ട്സ്. വലിയ സിംഗിൾ സീഡഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് കൊക്കോസ്, അവരങ്ങനെയാണ് ആ ജീനസ്. ദെൻ കംസ് സ്പീഷീസ്. കൊക്കോസ് ന്യൂസിഫെറേ, കോക്കനട്ടിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് കോക്കോസ് ന്യൂസിഫെറേ. പ്രൊഡ്യൂസസ് ഫ്രൂട്ട് വിത്ത് എ ഹാർഡ് ഷെൽ, ഫൈബ്രസ് ഹസ്ക്, ലിക്വിഡ് ആൻഡ് സോളിഡ് എൻഡോസ്പേം ഇൻസൈഡ് ദ ഫ്രൂട്ട്. അപ്പോൾ നമ്മൾക്ക് തേങ്ങ വെള്ളവും തേങ്ങൻ്റെ വൈറ്റ് പോർഷനല്ലേ, അതാണ് അതിൻ്റെ എൻഡോസ്പേം എന്ന് പറയുന്നത്. അങ്ങനെ എൻഡോസ്പേം ഒക്കെയുള്ള ഒരു സീഡ് ഉണ്ടാകും, ഹാർഡ് ഷെല്ലുണ്ടാകും. ഫ്രൂട്ട് വിത്ത് ഹാർഡ് ഷെൽ ആൻഡ് ഫൈബ്രസ് ഹസ്ക്. ഓക്കെ, നമ്മുടെ തേങ്ങ. ഓക്കെ, why certain animals excluded as the taxonomic hierarchy progressed? അപ്പോൾ നമ്മളിങ്ങനെ ടാക്സോണമി റാങ്ക് കിങ്ഡത്തിൽ നിന്നും സ്പീഷീസിലെത്തുമ്പോഴേക്കും ഒരുപാട് ആനിമൽസിനെ ഇങ്ങനെ ഒഴിവാക്കി കൊണ്ടുവരുന്നത് എന്തിനാണ്? അത് ജസ്റ്റ് ഇപ്പോൾ ഹൗസ് ഫ്ലൈ വാസ് ഒമിറ്റഡ് ഇൻ ഫൈലം കോർഡേറ്റ ഡ്യൂ ടു ലാക്ക് ഓഫ് ബാക്ക് ബോൺ. ഇപ്പോൾ ഹൗസ് ഫ്ലൈ, ബട്ടർഫ്ലൈ പോലെയുള്ള ചെറിയ ഇൻസെക്റ്റുകളൊന്നും നമ്മുടെ ഫൈലം കോർഡേറ്റയിലില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് ബാക്ക് ബോൺ ഇല്ല. ബേർഡ് വാസ് എക്സ്ക്ലൂഡഡ് ഫ്രം ക്ലാസ് മമേലിയ ആസ് ദേ ഡു നോട്ട് മിൽക്ക് ഓർ ബ്രസ്റ്റ് ഫീഡ് ദെയർ യങ് വൺസ്. Rabbits are herbivores, so they do not have large cannons for tearing flesh, so they excluded carnivora. The family Felidae consisted of animals that can withdraw their claws, but bears cannot. അങ്ങനെ ഇപ്പോൾ ബേർഡ്സിന് മെമ്മറി, അവർ ഫീഡ് ചെയ്യില്ല അവരുടെ കുട്ടികളെ. നമുക്കറിയാലോ, അവർ മുട്ടയിടുന്നവരാണ്. സോ ബേർഡ്സിനെ നമ്മൾ മാമൽസ് നിന്ന് ഒഴിവാക്കി. റാബിറ്റിന് ലാർജ് ആയിട്ടുള്ള കനൈൻസ് ഇല്ല, അവരുടെ ടീത്തുകൾ അത്ര കൂർത്തതല്ല, ഷാർപ്പല്ല. ബിക്കോസ് അവർ ഹെർബിവോഴ്സ് ആണ്, അവർക്ക് മാംസം ഭക്ഷിക്കാൻ
കൂർത്ത പല്ലുകൾ, ഇങ്ങനെ മാംസം കടിച്ചു വലിക്കാൻ വേണ്ടിയിട്ടുള്ള പല്ലുകൾ ആവശ്യമില്ല. സോ അവർ കാർണിവോറിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. ആൻഡ് ഫാമിലി ഫെലിഡേ എന്ന് പറയുന്നത് വിഡ്രോ ചെയ്യണം അതിൻ്റെ ക്ലോസ്. അതുകൊണ്ട് ബെയർ, നമ്മുടെ കരടി ഫാമിലി ഫെലിഡേയിൽ വരില്ല. അതൊക്കെ ഓരോ കാരണങ്ങളാണ്. ആൻഡ് ടൈഗർ ആൻഡ് ലയൺ were removed from genus Felis as they had large body and can roar. Okay. So from the above statement, it's clear that due to lack of similarities, organisms were removed from the group. അപ്പോൾ ലാക്ക് ഓഫ് സിമിലാരിറ്റി, സാമ്യതകൾ ഇല്ലാത്തത് കാരണം they were removed from the groups. അപ്പോൾ ഗ്രൂപ്പുകളിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ അവരെ റിമൂവ് ചെയ്യും. അതുകൊണ്ടാണ് ഓരോ ടാക്സോണമിക് ഹൈറാർക്കി പ്രോഗ്രസ് ആവുന്ന സമയത്ത് ആനിമൽസിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ.